മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ലതും അനുഗ്രഹമേറിയതായ വിലപ്പെട്ട നല്ല ദിവസത്തിൻ്റെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന പകൽക്കാലം ഈ വിശുദ്ധ ദിവസം അങ്ങയുടെ സന്നദ്ധിയിൽ പിതാവെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ സ്തുതിപ്പാനും പരിശുദ്ധ പിതാവും നിത്യനുമായ ദൈവം ഞങ്ങൾക്ക് അവിടെ തന്ന വലിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കരുണയുള്ള പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലത്തിൻ്റെ ആരാധനകളും ശുശ്രൂഷകളുമെല്ലാം അനുഗ്രഹകരമായി തീരുവാൻ സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവിടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്ന എത്തിച്ചേർന്ന എല്ലാവരെയും, ഗായക സംഘത്തെയും ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ ഭക്തന്മാരെയും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൃപ ഞങ്ങളെ ഭരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നിക്ക് എടുത്തുമല്ലമാറാകണമേ. ആമേൻ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ നിന്റെ കൃപ എത്ര വിചിത്രമാകൂ, മാതൃക ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാകൂ. പുകഴ്ത്തി സ്തുതിക്കുന്ന വരവനെ നിനക്ക്, പുകഴ്ത്തി സ്തുതിക്കുന്ന വരവനെ നിനക്ക്. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ഗീതവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല. അതും സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളും പേറും ആടുകളുടെ പുറപ്പും അനുഗ്രഹിക്കപ്പെടും. ആചരിക്കണം. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും. ആവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങളെ കേൾപ്പീം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങളെ കേൾപ്പീം. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾക്ക് പ്രമാണിച്ചു നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയെന്നു നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം.
നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ഒരു ദേശം, കോതമ്പും ഏവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് ത്രാമം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ചു തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാകാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്റെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളവുമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും നീ സമ്പത്തുണ്ടാക്കിയെന്നു നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിനും അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കു നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളെയും നശിച്ചു പോകും. ഇതോടുകൂടെ 1-ാം പാഠം അവസാനിച്ചു. പ്രത്യേക സങ്കീർത്തനം 145-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 145-ാം സങ്കീർത്തനം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവന്റെ മഹിമ അഗോചരമത്രേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം പാഠം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 15 മുതൽ 34 വരെയുള്ള വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 15 മുതൽ 34 വരെയുള്ള വചനങ്ങളെ കേൾപ്പീൻ. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്തു തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ. പിന്നെ വിചാരപ്പെടുന്നതിന് തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതുപോലും നിങ്ങൾക്ക് പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നതെന്ത്? താമര എങ്ങനെ വളരുന്നു എന്നത് വിചാരിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതില്ല.
എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്കിത് കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളനടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഇതോടെ രണ്ടാം പാഠം അവസാനിച്ചിരിക്കും. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശങ്ങളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ സകല ശക്തികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. സൂര്യചന്ദ്രന്മാരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ കാറ്റുകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. അഗ്നിയും ഉഷ്ണവുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞുമുറച്ച മഞ്ഞുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞും ശീതവുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച വെള്ളവും ഹിമവുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. പകലുകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾ വെളിവുകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. മേഘങ്ങളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉൽപ്പാദിക്കപ്പെട്ടു ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. ആദിയിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിനായി മാറി മാറി വരുന്ന കാലങ്ങളെയും അനുകൂലമായ മഴയെയും അയച്ച് ഭൂമിയെ പുഷ്ടിപ്പെടുത്തുന്നതിനായി സൃഷ്ടിച്ച ഭൂമിയെ മനുഷ്യവർഗത്തിന് അവകാശമായി നൽകിയിരിക്കുന്നതിനായി ശരീരത്തിനും ആത്മാവിനും ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനായി കാലത്തിന് ചേരുന്ന സന്തോഷം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനായി മൂലം ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ അളവില്ലാത്ത സ്നേഹത്തിനായി അവൻ മൂലം ഞങ്ങൾക്ക് നിത്യജീവന്റെ മഹത്വമുള്ള പ്രത്യാശയെ നൽകിയിരിക്കുന്നതിനായി കർത്താവേ, അങ്ങയുടെ വചനമാകുന്ന വിത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കുകയും ഞങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുകയും വലിയ കൊയ്ത്തിന്റെ നാളിൽ വിശുദ്ധ ദൂതന്മാരാൽ സ്വർഗീയളപ്പുരയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യേണ്ടതിന് അങ്ങയുടെ കൃപയുടെ മഴയെ ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്.
നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. യഹോവയെ അങ്ങയുടെ ദാനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യഫലം കൊണ്ട് ബഹുമാനിക്കാം. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ദൈവമേ, ഞങ്ങളെ രക്ഷിപ്പാൻ വേഗം വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്താം. ഇപ്പോൾ ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെട്ട ഈ ആദിഫല ശേഖരണത്തെ നിരാജനം ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെട്ടതായ ഈ വസ്തുവകകളെയും അത് നൽകിയ എല്ലാ ദൈവങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്തത്താൽ അങ്ങയുടെ കൃപാസനത്തിങ്കിലേക്ക് ജീവനുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, മുൻമുഖാന്തരം അയോഗ്യരായ ഞങ്ങളെങ്കിലേക്ക് വന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് വിനയമായി അപേക്ഷിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതാണല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസപിതാവേ, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്ത് നിന്നു പോകയില്ല എന്നുള്ള അങ്ങയുടെ കൃപയേറിയ വാഗ്ദത്ത നിവൃത്തിയെ അനുഭവിപ്പാൻ ഒരു പ്രാവശ്യം കൂടെ അനുവദിച്ചതിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഭൂമിയുടെ ഫലങ്ങളെ ഇവിടെ കാലങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മനുഷ്യർ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല എന്നോർപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സാക്ഷാൽ അപ്പമാകുന്ന യേശു ക്രിസ്തുവിനെ കൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപയർലുകയും ചെയ്യണമേ. അവനും പിതാവേ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും മഹത്വവും ബഹുമാനവും ഉണ്ടാകട്ടെ. കരുണയുള്ള ദൈവമേ, അങ്ങയുടെ കൽപ്പനയാൽ ഭൂമി അതിന്റെ വർദ്ധനവിനെ മൂടിക്കളയുകയോ അതിന്റെ ഫലങ്ങളെ തത്സമയത്ത് നൽകുകയോ ചെയ്യുന്നുവല്ലോ. നിന്റെ കരുണകളിൽ നിന്നെന്ന പോലെ തന്നെ നിന്റെ ന്യായവിധികളിൽ നിന്ന് ഞങ്ങളുടെ ദിനം പ്രതിയുള്ള ആഹാരത്തിനങ്ങയിൽ ഞങ്ങളുടെ പൂർണ്ണയാശ്രയം വെപ്പാൻ പഠിക്കേണ്ടതിന് ഞങ്ങൾക്ക് കൃപയർലേണമേ. അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തായാലും അവ ഞങ്ങളുടെ പരിശോധനയ്ക്കും ആശ്വാസത്തിനുമായിട്ടാകുന്നെന്ന് ഉറച്ചുകൊണ്ട് അങ്ങയുടെ വകയായി ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്ന് അങ്ങയുടെ സഭയുടെ സന്ധിപ്പിനും മറ്റുള്ളവരുടെ സഹായത്തിനുമായി കൊടുപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് യേശുമശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനമാകുന്ന വിത്ത് ഞങ്ങളുടെ ഹൃദയങ്ങൾ വിതയ്ക്കുകയും ഞങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും വലിയ കൊയ്ത്തിന്റെ നാളിൽ വിശുദ്ധ ദൂതന്മാരാൽ സ്വർഗീയകളപ്പുരയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ കൃപയുടെ മഴയെ ഞങ്ങളുടെ മേലയക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമശിഹാ മൂലം
ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവങ്ങളുടെ പ്രിയപുത്രൻ പുനരുദ്ധാനത്തിന് ശേഷം അപ്പോസ്തലന്മാരെ സർവ്വലോകത്തിലേക്ക് അയക്കുകയും അവർ ആത്മീയമായി കൊയ്ത്ത് ശേഖരിക്കേണ്ടതിന് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രത്യേക വരങ്ങൾ കൊണ്ട് അവരെ ധരിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഈ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലും ഇപ്പോൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന വയലുകളെ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിച്ച് നിത്യജീവൻ ഫലം ശേഖരിപ്പാൻ അധികം വേലക്കാരെ കൊയ്ത്തിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഭൂമിയിലെ കൊയ്ത്ത് വിളഞ്ഞ് കൊയ്ത്തിനുള്ള സമയം വരുമ്പോൾ അവരോടുകൂടെ ഞങ്ങളും കൊയ്ത്തിലെ സന്തോഷം പോലെ സന്തോഷിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥനയാലും ദാനങ്ങളാലും അവർക്ക് സഹായിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളുടെ ആവശ്യത്തിനും മതിയായ അനുഗ്രഹങ്ങളെ നൽകിയിരിക്കുന്നതിനായി ഞങ്ങളിലെ വാഴ്ത്തി സ്തുതിക്കുന്നു. ആത്മാവിലെ അനുഗ്രഹിക്കുന്നവരായ ഏറെ നല്ല കൃപാവരങ്ങളില്ലാത്തവരായി ഞങ്ങളെ കൈവിടരുതെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ഞങ്ങളുടെ നിലങ്ങളെ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയ്ക്കുകയും ഞങ്ങളുടെ ആവശ്യത്തിന് മതിയായ മുൻവഴിയും പിൻവഴിയും അയച്ചു തരികയും ചെയ്തിരിക്കുന്നു. കരുണയുള്ളതാവേ, ഞങ്ങളുടെ മേൽ ചൊരിയുകയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കൊണ്ട് ഞങ്ങളെ ജ്ഞാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ധാരാളമായ വരങ്ങളെ ഞങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കണമേ. ആഹാരം തരണമേ. ഞങ്ങളെ രക്ഷിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ പാഞ്ഞോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങയിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിപ്പാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം വെടിപ്പാക്കണമേ. ദൈവം ഈ വചനങ്ങളെ അരുളിച്ചെന്ന് പറഞ്ഞത്, യഹോവയാ, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വിഗ്രഹമുണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഇവിടെ യാതൊന്നിനെ വർദ്ധനയുമരുത്. നീ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ യഹോവയാ, ഞാൻ ദേഷ്യമുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചെന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. നാമം വൃഥായെടുക്കരുത്. എന്നാൽ തന്റെ നാമം വൃഥായെടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല.
ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. 6 ദിവസം അധ്വാനിച്ചിട്ട് വേലയ്ക്ക് ചെന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കൂടെ ശബത്താകുന്നു. അന്ന് നീ നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാൽക്കത്തുള്ള പരേശ്വര വേലയും ചെയ്യരുത്. എന്തെന്നാൽ 6 ദിവസം യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നത് കൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടയ്ക്കണമേ. ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തിൽ നിന്ന് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടയ്ക്കണമേ. നീ കൊല ചെയ്യരുത്. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടയ്ക്കണമേ. വ്യഭിചാരം ചെയ്യരുത്. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടയ്ക്കണമേ. നീ മോഷ്ടിക്കരുത്. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടയ്ക്കണമേ. നേരെ കള്ള സാക്ഷ്യം പറയരുത്. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടയ്ക്കണമേ. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെ അവരുടെ ദാസനെയും ദാസിയവന്റെ കാളയും കഴുതുകയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി നിന്റെ കൽപ്പനകളൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. നിത്യരാജാവ് മന്ദമില്ലാത്ത അധികാരമുള്ള സർവശക്തനായ ദൈവമേ, സഭ മുഴുവനോട് കരുണയുണ്ടാകണമേ. ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഭരണാധികാരികൾ എല്ലാറ്റിനും മേലെ അങ്ങയുടെ ബഹുമാനത്തെ മഹത്വത്തെ അനുഷ്ഠിപ്പാൻ അവരുടെ ഹൃദയങ്ങളെ ഭരിക്കണമെന്ന് ഞങ്ങളും പ്രജകളെല്ലാവരും അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട വചനപ്രകാരം നിയമപ്രകാരവും അങ്ങിലും അങ്ങേക്കാട്ടും രാജ്യത്തെ വിശ്വസോട് സേവിച്ച് മാറ്റി നടക്കുന്നവരാകണമെന്നും അങ്ങയോട് പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നും ഏകദൈവമായി ഈ കാലാവസാനോട് ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ക്കുള്ള പ്രത്യേക അപേക്ഷ നോയമ്പിൽ 5-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജനങ്ങളെ കരുണയോടെ കടാക്ഷിച്ച് ഞങ്ങളുടെ മഹാ നന്മ കൊണ്ടവരെ ശരീരത്തിലും ആത്മാവിലും എപ്പോഴും പരിച്ചേക്കാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പി. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പി. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തി എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ ഞാൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിന്റെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. ഇവിടെ ലേഖനം അവസാനിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 46 മുതൽ 59 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 46 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതെന്ത്? ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതിയല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞു.
അതിന് യേശു, എനിക്ക് ബോധമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക അത്ര ചെയ്യുന്നത്, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കയില്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആരാക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഭോഷ്ക് പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ച് അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ എറിവാൻ കല്ലെടുത്തു. യേശു മറിഞ്ഞ് ദൈവാലയം വിട്ടുപോയി. ഇവിടെ സുവിശേഷ വേദഭാഗം അവസാനിക്കുന്നു. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചതായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ജീവകർത്താവായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകമുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ. അവനാൽ സകലവും ഉണ്ടായി. അവൻ മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളുടെ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഞങ്ങളെ അളവിലധികമായി സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ലതും അനുഗ്രഹമേറിയതായ വിലപ്പെട്ട നല്ല ദിവസത്തിൻ്റെ ഈ പരിശുദ്ധ പകൽക്കാലം പരമപിതാവേ, ഞങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഒരുമിച്ച് അങ്ങേ വാഴ്ത്തുവാനും സ്തുതിപ്പാനും ഈ വിശുദ്ധ ദിവസത്തിൽ ഈ വിശുദ്ധ ശുശ്രൂഷകൾ നിർവഹിപ്പാനും പിതാവായ ദൈവത്താൽ ഞങ്ങൾക്ക് ലഭ്യമായ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു.
കർത്താവെ, അല്പസമയം അങ്ങയുടെ വചനത്തിന് കീഴിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രവിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ ഇടയാക്കി. പരിശുദ്ധ പിതാവായ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവരെയും, കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷ കർത്താവിന്റെ ദാസനെയും കുടുംബമായി സമർപ്പിക്കുന്നു. അടിയങ്ങളെയും കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൈവാലയത്തിനുള്ളിലായിരിക്കുന്ന അടിയങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലങ്ങളുടെ വചനത്താൽ ഞങ്ങൾ പ്രാപിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമേ, ശക്തിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ. അടിയനെ ബലപ്പെടുത്തണമേ, വചനം സംസാരിപ്പാൻ അടിയന്റെ വായോടും നാവോടും കൂടെ ഇരുന്ന് അങ്ങയുടെ ശബ്ദം കേൾപ്പിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. സ്വർഗീയ ശക്തി തന്ന് അടിയനെ ഇന്നയോളം നിർത്തിയല്ലോ. ജഡം ബലഹീനമെങ്കിലും ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടുത്തിരക്കരങ്ങൾ വായിക്കാൻ അങ്ങ് തരുന്ന എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം. തിരുക്കരങ്ങൾ അവിടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വിലപ്പെട്ട ദൈവദാസൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവപാദപീഠം ഒരുമിച്ച് നിൽപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കിയത് ഒരു വലിയ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. കഴിഞ്ഞ രാത്രികാലം കണ്ട അനേകർക്ക് ഈ പകൽക്കാലം കാണുവാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് എത്രയോ പേർ മാറ്റപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ഇടയാക്കി. എല്ലാം ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ താല്പര്യത്തിനൊത്തവണ്ണം നടക്കുന്ന സംഭവങ്ങളും ആകുന്നു എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ആദിഫല പെരുന്നാളിനോട് അനുബന്ധിച്ചാണ്. ഇന്ന് നോയമ്പിൽ 5-ാം ഞായറാഴ്ചയാണ്. തുടർന്ന് വരുന്നത് അവസാന ഞായറാഴ്ച. തുടർന്ന് കഷ്ടാനുഭവ ആഴ്ചകളിലേക്കാണ് നാം പ്രവേശിക്കപ്പെടുന്നത്. അതിനുവേണ്ടി ദൈവജനങ്ങളെ ഒരുക്കുന്ന ദിനങ്ങളാണ് ഈ 50 ദിവസം. ശരീരവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ച് കർത്താവിനെയും ദൈവത്തിന്റെ വചനത്തെയും ധ്യാനിച്ച് ഒരാത്മീയ ശക്തിയും ആത്മീയ ചൈതന്യവും പ്രാപിക്കേണ്ടതായിട്ട് വേണ്ടി സഭ വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക ദിനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഭവവേദ്യമായത് ഈ ദൈവവചനങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരിവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു പരിവർത്തനം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോഴൊക്കെ അത് എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അതിന് എന്തൊക്കെയാണ് ആത്മീയമായ പ്രയോജനങ്ങൾ ലഭ്യമായത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നാം വിലയിരുത്തേണ്ടതായിട്ടിരിക്കുകയാണ്. നമ്മൾ ദൈവദാസന്മാരോട് കേട്ടു എന്നുള്ളതല്ല, കേട്ടത് എത്രത്തോളം നമുക്ക് പ്രയോജനപ്രദമായി എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന, മാറ്റം മറിച്ചിലുകൾക്ക് വിധേയമാക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് കേട്ട വചനങ്ങളൊന്നും നഷ്ടമായി കളയാതെ നമുക്ക് അത് പ്രയോജനകരമായി തീരാൻ അതിനെക്കുറിച്ച് നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതായിട്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു തിരുവചന ഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നാം വായിച്ച വേദഭാഗം അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനിലൂടെ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന് നൽകിയ വെളിപ്പാട്
യേശുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാനിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതായ വസ്തുതകളെയാണ് നാം ഈ പുസ്തകങ്ങളിൽ ഉടനീളം കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അങ്ങയുടെ ആർദ്ര കണ്ടേപുത്രനായ യേശുമിശിഹായ ഞങ്ങളുടെ വീണ്ടെടുപ്പിനായിട്ട് ക്രൂസിൽ മേൽ വന്നവനായി ഞങ്ങളുടെ സ്വർഗസ്വതാവായ സർവശക്തിയുള്ള ദൈവമേ, അവൻ ക്രൂസിന്മേൽ ഒലിക്കലായിട്ടൊക്കെ വഴിപാട് ഏർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെ ഭാവങ്ങൾക്കായിട്ട് തികവാനായി പൂർണ്ണമായി മതിയാന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തീക്കുകയും താൻ വീണ്ടും വരോളം ഏർമർത്തക്കൂടെ ഓർമ്മയെ നിയമിക്കുകയും എപ്പോഴും ആചരിക്കുന്ന തന്റെ വിശുദ്ധ സൂചനകൾ കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. കരുണയുള്ള പിതാവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയുടെ മഹാതാഴ്മയെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ വിശുദ്ധ പ്രകാരം അവന്റെ മരണത്തിന്റെ കഷ്ടപ്പാട് ഓർമ്മിക്കാണ് നിന്റെ സൃഷ്ടികളായ ഈ അപ്പത്തെയും വീഞ്ഞിനെ ഞങ്ങൾ കൈക്കൊണ്ടവന്റെ എത്രയും വാഴ്ത്തപ്പെട്ട ശരീരത്തിൽ രക്തത്തിൽ പങ്കുള്ളവരാകത്തക്കവണ്ണം കൃപ ചെയ്യണമേ. നമുക്ക് വേണ്ടി നൽകപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിന്റെ ശരീരം ശരീരത്തെ ആത്മാവിനെ കാക്കട്ടെ. ശശിയുടെ ശരീരത്തിലേക്ക് ശരീരത്തെ ആത്മാവിനെ മനുഷ്യരുടെ അന്തിയോടെ Oh
ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ നേരെ കുറ്റം ചെയ്തതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കുറ്റങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്ത ദോഷത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ഉന്നതത്തിൽ ദൈവത്തിന് മഹത്വമൊക്കെ ചേർന്നു എല്ലാം ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിലെ സമാധാനവും മനുഷ്യരെ സമൃദ്ധിയും ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. നിന്റെ വലിയ മഹത്വനായ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശുമിശിഹായ കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്നതിനായ ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മിശിഹായേ, നീ മാത്രം വിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ശുശ്രൂഷകൻ നമ്മുടെ സഭാ കുടുംബങ്ങൾക്ക് വേണ്ടി ചുരുക്കം വാക്കുകളായിട്ട് അവരുടെ നന്മകൾക്കും ഈ ആദ്യഫല പെരുന്നാൾ ആചരിപ്പാൻ ദൈവം കൊടുത്ത എല്ലാ കൃപകളെയും ഓർത്തുകൊണ്ട് സഭാ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ആ നല്ല പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ മക്കള് കർത്താവേ, അവരുടെ കഷ്ടതയിൽ നിന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ആദ്യഫല പെരുന്നാളിനോടനുബന്ധിച്ച് അവർ അർപ്പിക്കപ്പെട്ട എല്ലാ കർത്താവെ സമ്പൽ സമൃദ്ധിയെയും സ്വർഗം കാണുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരെ ദൈവമേ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭാമധ്യേ അടിയങ്ങൾ ഒന്നിച്ച് ഈ കുടുംബങ്ങളെ, പേര് പറഞ്ഞ എല്ലാ കുടുംബങ്ങളെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കുക. ഈ സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിലുള്ള വെള്ളങ്ങളെ തത്സമയത്ത് ഞങ്ങൾക്ക് നൽകുകയും സംവത്സരത്തെ അങ്ങയുടെ നന്മ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്ന സർവശക്തനിത്യനുമായ ദൈവമേ, അങ്ങയുടെ ആർദ്രതയ്ക്ക് വേണ്ടി അങ്ങേക്ക് പരമാർത്ഥമായി സ്തോത്രം ചെയ്യുകയും അങ്ങയുടെ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് നന്ദിയുള്ള ഹൃദയങ്ങളെ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലെ സ്നേഹത്തെ ഹൃദയങ്ങളെ മനസ്സിലേക്ക് കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ സർവശക്ത ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി ഇപ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. സ്തോത്രയാഗങ്ങളെ സൗരകുലവാസനെ സ്വീകരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഏജറ്റ വചനങ്ങൾ ഞങ്ങളെ ഫലമുളവാക്കുവാൻ സഹായിക്കണമേ. ഞങ്ങൾ സാന്നിധ്യങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു.
ശുശ്രൂഷകളെന്ന് ബലബലഹീനതകളെല്ലാം ക്ഷമിക്കുന്ന ദിവസം ദൈവാലന്മാർ പൂർവ്വരാധനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം വരെ ശിക്ഷിക്കരുതെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽക്കാലം ആദ്യഫല പെരുന്നാൾ ആചരിപ്പാനും ആദ്യഫലങ്ങൾ ദൈവാലയത്തിൽ കൊണ്ടുവരുവാനും നിന്റെ മക്കൾ സ്വർഗീയ കൃപയാൽ അവരെ ഇടയാക്കിയല്ലോ. അർപ്പിച്ച എല്ലാ വഴിപാടുകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വചനങ്ങളെ വായിപ്പാൻ ധ്യാനിപ്പാൻ ഞങ്ങളെ ഇടയാക്കിയല്ലോ. അങ്ങ് ഞങ്ങൾ ഓരോ പ്രാവശ്യം വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നവനാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരത്തോടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ജീവിപ്പാൻ സ്വർഗമോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്തിച്ചേർന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം പ്രഘോഷിച്ച അടുഭൃത്യന്മാരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ശുശ്രൂഷകളും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങൾ ഇപ്പോൾ ആലയം വിട്ടു പോകുന്നു. അടുത്ത ദിവസം നിങ്ങൾ വരും വരെയും മേൽ ഞങ്ങളുടെ അങ്ങയുടെ തിരക്കര ഭദ്രമായി കാവൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശുമിശിഹാ നിമിത്തം യാചിക്കുന്നു. കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. സമാധാനത്തോടെ പോകാം. കർത്താവിൽ ശ്രേഷ്ഠ പുരോഹിതൻ ബഹുമാന്യനായ റവറൻ തോമസ് ജോൺ അവറുകൾ, സഭാപ്രവർത്തകൻ, കർത്താവിന്റെ വിലയേറിയ ദാസൻ ശ്രീ ജോയിലാസ് തുണ്ടുകുളം സാറിനും ബഹുമാനപ്പെട്ട ചർച്ച് കമ്മിറ്റി, കടന്നു വന്ന സഭാവിശ്വാസികൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിശ്ചലമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഇത്രയും മനോഹരമായ രീതിയിൽ കൺവെൻഷൻ നടത്തുവാൻ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റ് തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ കൺവെൻഷന്റെ ആദ്യ അവസാനം വരെ വളരെ നല്ല രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി ആത്മാർത്ഥമായി സഹകരിച്ച ശ്രേഷ്ഠ പുരോഹിതനും സഭാവിശ്വാസിയുമായിട്ടുള്ള റവറൻ തോമസ് ജോൺ അവറുകൾക്കും എന്റെ സഭയുടെയും എന്റെയും പേരിലുള്ള നന്ദി കർത്തൃനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി കൺവെൻഷന്റെ അനുഗ്രഹമായ രീതിയിൽ ഉദ്ഘാടനം നിർവഹിച്ച മാരാമൻ ഭദ്രസേന വൈദിക സെക്രട്ടറിയും നമ്മുടെ സഭാ അംഗവുമായിട്ടുള്ള ജോൺസൺ പയ്യമ്പള്ളി അവറുകൾക്കും എന്റെ സഭയുടെയും എന്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മളോട് ആധികാരികമായി ദൈവവചനം സംസാരിച്ച ദൈവദാസൻ റവറൻ ജോൺസൺ പയ്യമ്പള്ളി അച്ഛനും തോമസ് ജോൺ അച്ഛനും എന്റെ പേരിലും സഭയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മോട് ആധികാരികമായി സംസാരിച്ച പ്രിയപ്പെട്ട കർത്താവിന്റെ ശ്രേഷ്ഠൻ റവറൻ ബാബു കെ മാത്യു അവറുകൾക്കും എന്റെയും സഭയുടെയും പേരിലുള്ള കൃതജ്ഞത വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് കൺവെൻഷൻ ഇത്രയും മനോഹരമായ രീതിയിൽ വിജയിപ്പിക്കുവാൻ നമ്മുടെ എല്ലാ പ്രവർത്തന രംഗങ്ങളിലും മുൻനിരയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ശാരീരികവും മാനസികമായി നമ്മളോട് ആത്മാർത്ഥമായി സഹകരിക്കുകയും ഈ കൺവെൻഷനെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയും കൺവെൻഷന്റെ ആദ്യ ദിവസം മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുകയും ചെയ്ത നമ്മുടെ പ്രിയ സഭാപ്രവർത്തകൻ ജോയ് ലാസർ തുണ്ടുകുളം അവറുകൾക്കും എന്റെയും സഭയുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി രണ്ടാം ദിവസം മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുകയും കർത്താവിന്റെ ശ്രേഷ്ഠദാസനും ആഞ്ഞിലിത്താനും സഭയുടെ സഭാപ്രവർത്തകനും നമ്മുടെ സഭാംഗവുമായിട്ടുള്ള ജോമോൻ കളത്തിത്തറ അവറുകളോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവത്തിന്റെ സ്തുതികളെ വാനോളം പുകഴ്ത്തി അനുഗ്രഹീയമായ ഗായക സംഘത്തിന്റെ എന്റെയും സഭയുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഗാനസംഘത്തിനെ ലീഡ് ചെയ്ത ബാബുണ്ണനും കുടുംബത്തിനും എന്റെയും സഭയുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഗായക സംഘത്തിന് അനുയോജ്യമായ രീതിയിൽ വാദ്യോപകരണം കൈകാര്യം ചെയ്ത അനുഗ്രഹീത കലാകാരൻ രാജൻ അദ്ദേഹത്തിനും എന്റെയും സഭയുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാം യൂട്യൂബ് ചാനലിലൂടെ ACI ആരാധന നിമിഷം സംരക്ഷണം ചെയ്യുന്ന രാജേഷിനും എന്റെയും സഭയുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.